ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ ജിബു പൂനെ. അപ്പോൾ ഇന്ന് നമുക്ക് നിഫ്റ്റിയുടെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നിഫ്റ്റി ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുകയാണ്, ഓരോ ദിവസം വീണുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് വരികയാണ്. ഇത് എങ്ങനെ പോകും എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇത് എവിടം വരെയും വീഴും, ഇനി എവിടെ നിന്ന് നമുക്ക് ലോങ് എടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. അതിൻ്റേതായ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിഫ്റ്റി നമുക്കറിയാം ഇവിടെ നിന്ന് വീണ് അതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ ഇവിടെ എടുത്തു, പിന്നെയും വീണു, പിന്നെ ചെറിയൊരു കൺസോൾട്ടേഷൻ എടുത്തു, പിന്നെയും വീണു. 30 മിനിറ്റ്സിൽ ഓരോരോ കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് വീണുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ നിഫ്റ്റി നോക്കിയാൽ തന്നെ മൺഡേ ഒരു ബെയറിഷ് സ്റ്റാർട്ടിനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചാർട്ട് നോക്കുന്നതിന് മുമ്പ് ഡേറ്റകളൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഡേറ്റകൾ, ഇതൊരു ഐ ചാർട്ടാണ്. ഐ ചാർട്ടിൽ ഡേറ്റയൊക്കെ ഒന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് ഫ്യൂച്ചേഴ്സിൽ പോയിട്ട് ഇവരുടെ ക്ലയൻസും, ഇത് ക്ലയൻസ്, അത് നമ്മളെപ്പോലുള്ളവർ, DII മ്യൂച്വൽ ഫണ്ട് ഒക്കെയാണ് DII, പിന്നെ FII, പിന്നെ പ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ട്രേഡേഴ്സ്, പ്രൊപ്രൈറ്ററി ട്രേഡേഴ്സ്, ഇവരുടെയൊക്കെ ഡേറ്റ എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇൻഡെക്സിലാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇൻഡെക്സിൽ ലോങ്, ഷോർട്ട് നമുക്കിവിടെ കാണാം. ക്ലയൻസ് ഏതാണ്ട് 5 ലക്ഷം ലോങ് ആണ്, 2 ലക്ഷം ഷോർട്ടാണ്. അപ്പോൾ ക്ലയൻസ് പൊതുവെ ബുള്ളിഷാണ്. ക്ലയൻസ് ബുള്ളിഷാകുമ്പോൾ നമുക്കറിയാമല്ലോ മാർക്കറ്റ് നേരെ തിരിയുമെന്ന്. പിന്നെ DIയുടെ ഞാൻ നോക്കുന്നില്ല, അവർ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതുകൊണ്ട് അവരുടെ ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല. പല എക്സ്ട്രോർഡിനറി ആക്ടിവിറ്റീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഇവരെ നോക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനൊരു ആക്ടിവിറ്റീസ് ഞാൻ കാണുന്നില്ല. അടുത്തായിട്ട് FII 3.5 ലക്ഷമാണ് ഷോർട്ട്, വെറും 64,000 ലോങ് ഉള്ളൂ. അപ്പം നല്ല രീതിയിൽ ഒരു ബെയറിഷാണ്. അവർക്ക് മാർക്കറ്റ് അടിയിലേക്ക് കൊണ്ടുപോകാനാണ് അവർക്ക് ആഗ്രഹം. ഇത്രയും ഷോർട്ട് ഇരിക്കുമ്പോൾ അതിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അടിയിലേക്ക് പോകണം. അതുപോലെ തന്നെ പ്രോയും FIIയുടെ സപ്പോർട്ടിലാണ്. 85,000 ലോങ്ങും ഏതാണ്ട് 1,20,000 വരെ ഷോർട്ടും. അപ്പോൾ പ്രോയും ഏതാണ്ട് മാർക്കറ്റിന് അടിയിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അടുത്തായിട്ട് ഇവരുടെ ഓപ്ഷൻ ഡേറ്റ് നോക്കിയാൽ, കോൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50 ലക്ഷം ഷോർട്ടാണ് നമ്മളുടെ ലോങ് ആണ് ക്ലയൻസ്, 45 ലക്ഷം ഷോർട്ടുമാണ്. അപ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല രണ്ടും നോക്കിയിട്ടുണ്ടെങ്കിൽ. അവർ കുറേ ആളുകൾ പുട്ട് മേടിച്ചിട്ടുണ്ട്, കോള് ഷോർട്ട് ചെയ്തിട്ടുണ്ട്, കുറേ ആളുകൾ കോള് ലോങ്ങും ചെയ്തിട്ടുണ്ട്. അതുതന്നെ നോക്കി FII നോക്കി കഴിഞ്ഞാൽ 10 ലക്ഷം വെച്ചിട്ടാണ്. അപ്പോൾ അവരും പൊതുവെ രണ്ട് രീതിയിലും രണ്ട് സൈഡിലും ഉണ്ട് അവർ. അതുപോലെ തന്നെ പ്രോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടുതലാണ് പ്രോ ഷോർട്ടിൽ, കോൾ ഷോർട്ട്. അപ്പോൾ പ്രോ കോൾ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ പുട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ലയൻസ് പുട്ടിൽ വലിയ ആക്ടിവിറ്റി ഇല്ല എന്നുള്ളതാണ്. കോളിനനുസരിച്ച് പുട്ടിലില്ല. അവർ കൂടുതലായിട്ട് പുട്ടിൽ 27 ലക്ഷമേ ലോങ് ഉള്ളു, 34 ലക്ഷം ഷോർട്ടുള്ളൂ. അത് എപ്പോഴും കോളിനേക്കാൾ കുറവായിരിക്കും പുട്ട്. പക്ഷേ FII പുട്ടിൽ ഇത്തിരി കൂടുതലാണ്. അതായത് ഏതാണ്ട് 13 ലക്ഷം അവർ ലോങ് ചെയ്തപ്പോൾ 10 ലക്ഷമാണ് അവർ ഷോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രോ നോക്കിയിട്ടുണ്ടെങ്കിൽ 16 ലക്ഷം ഏതാണ്ട് പുട്ട് ലോങ്ങും, പിന്നെ 14 ലക്ഷം പുട്ട് ഷോർട്ടും. അപ്പോൾ ഇതെല്ലാം കൺക്ലൂസീവായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഷോർട്ടാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇതിലേറ്റവും രസകരമായ കാര്യം, ഇവർക്ക് രണ്ടുപേർക്കും ഇനി ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ അവർക്ക് ഈ ഒരു ഷോർട്ട് നിലനിർത്തി ലോങ്ങിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇതിൽ നിന്നും അൺവൈൻഡിങ് നടത്തുക, അതായത് ഷോർട്ട് കവറിങ് നടത്തുക. ഇവർക്ക് നല്ലൊരു ഷോർട്ട് കവറിങ് നടത്താനുള്ള കാര്യങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. അതാണ് നമ്മൾക്ക് എവിടെ നിന്ന് നമ്മൾ എൻട്രി എടുക്കണം, ഈ ലോങ് എൻട്രി എവിടെ നിന്ന് കിട്ടും എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ലോങ് എൻട്രിക്കുള്ള സാധ്യതയുണ്ട്, അടുത്ത് വന്നിരിക്കുകയാണെന്നാണ് ഈ ഡേറ്റയിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. അതിൻ്റെ മെയിൻ കാരണം ബജറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ മാർക്കറ്റിനെ തകർത്തു പോകാൻ പറ്റില്ല.
അപ്പോൾ ഏതൊരു സമയത്തും മാർക്കറ്റ് തിരിയാനുള്ള സാധ്യതകൾ ഈ ഒരു ഡേറ്റയിൽ നിന്നും കാണുന്നുണ്ട്. ഈ ഒരു ഡേറ്റ അതിൽ ഏറ്റവും പ്രത്യേകിച്ചൊരു ഡേറ്റ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എടുത്താൽ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ ലോങ് ഇവർ ഭയങ്കര ഷോർട്ടാണ്. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ ആര് DI ഷോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ ഭയങ്കരമായിട്ട് ഷോർട്ടുണ്ട്. അത് അവരെല്ലാം ഈ പറയുന്ന സ്റ്റോക്കുകൾ വാങ്ങുന്നതിനനുസരിച്ച് കോള് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ഷോർട്ട് ചെയ്തിട്ടാണ് ഇവർ ഈ വാങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ DI ഇത്രയും ഷോർട്ട് കാണിക്കുന്നത്. അപ്പോൾ അവർ എത്രത്തോളം അവർ വാങ്ങുന്നു ക്യാഷിൽ അത് ഇവർ ഫ്യൂച്ചേഴ്സിൽ ഷോർട്ട് ചെയ്തിട്ട് ഹെഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് രസം. FII സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ നല്ല ലോങ് ആണ്. അപ്പോൾ FII മാർക്കറ്റ് അധികം തകർക്കില്ല എന്ന് നമുക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ DIയും ഡബിളായിട്ട് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ ലോങ് ആണ്. അപ്പോൾ DIക്കും ഈ കാണുന്ന ഇൻഡെക്സിനേക്കാൾ ഇവർ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ ലോങ് ആയതുകൊണ്ട് മാർക്കറ്റ് തിരിയാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഒരു ഓപ്ഷൻ ചെയിൻ ഒന്ന് വെറുതെ നോക്കാം. ഓപ്ഷൻ ചെയിൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിഫ്റ്റി മാത്രമേ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുള്ളൂ, മറ്റു കാര്യങ്ങൾ ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റും 21,800 അത് അത്ര വലിയ അതെന്താണ് ഇവിടെ വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരുവിധം സേഫായിട്ട് തോന്നുന്നത് 21,800 ഈ ഒരു സമയത്ത് ഈ ഒരു വീക്കിൽ എന്നാണ് തോന്നുന്നത്. രണ്ടാമത്തത് ഇവർക്ക് കൂടുതൽ റൈറ്റേഴ്സിന് ഇത്തിരി കംഫർട്ടബിളായിട്ട് തോന്നുന്നത് 21,500. മൂന്നാമത് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് 21,600. അപ്പോൾ മൂന്നാം സ്ഥാനമായ 21,600 ഒരു ഞാൻ എപ്പോഴും തേർഡ് പൊസിഷനിലാണ് ഒരു വീക്കിൽ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ തേർഡ് പൊസിഷനിൽ 21,600 അടുത്ത് ഈ വീക്കിൽ എത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് കോള് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ പുട്ടിൻ്റെ ഇതിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് 23,000 ഓക്കെ. രണ്ടാമത് ഇരിക്കുന്നത് 21,400 ഇതിൽ മൂന്നാമത് ഇരിക്കുന്നത് 21,200. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം പുട്ട് സംബന്ധമായി 21,200 കോൾ സംബന്ധമായി 21,600. അപ്പോൾ ഈ ഒരു ഏരിയ 23,600 21,200 ഇത് ഈ വീക്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഏരിയകളാണ്. ഈ രണ്ട് ഏരിയകളും എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എത്താനുള്ളത് മാത്രമല്ല ഒരുപക്ഷെ ബ്രേക്ക് ആവാനുള്ള സാധ്യതയും. അപ്പോൾ ഏതാണ് കൂടുതൽ ഫസ്റ്റ് ബ്രേക്ക് ആവുന്നത് നമുക്ക് അനുമാനിക്കാം ഈ 21,200 വിചാരിക്കാം. സെക്കൻഡ് ബ്രേക്ക് ആവുന്നത് 21,600 നമ്മൾ അനുമാനിച്ചാണ് ഞാൻ ഇന്ന് പോകുന്നത്. അല്ലാണ്ട് 21,600 എത്തിയിട്ട് 21,200 പോകുമെന്നുള്ള ചിന്താഗതി അല്ല എനിക്ക്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കോൾ സൈഡിൽ ഓരോ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 12, 4, 37. പക്ഷേ ഇവിടെ ഒരു 4 ലക്ഷം ആളുകൾ നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച് കാണും. 1,30,000 ഈ ഒരു ഇത്രയും ഏരിയ, അതായത് ഏതാണ്ട് 21,300 പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഏരിയയിൽ വലുതായിട്ടുള്ള കോൾ റൈറ്റിംഗ് ഇല്ല. പക്ഷെ ഇവിടെയാണ് കോൾ റൈറ്റിംഗ്. അതായത് ഈ കോൾ റൈറ്റിംഗ് ഇവിടെ ചെയ്യുന്ന വ്യക്തികൾ, അതായത് 21,300 എൻ്റെ ഒരു കണക്കനുസരിച്ച് ആരോ നല്ലൊരു എൻട്രി ഇവിടെ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 21,300 എന്നൊരു സ്ഥാനം ഒരു എൻട്രി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആ എൻട്രിക്കനുസരിച്ച് ഈ ഒരു ഏരിയയുടെ അടുത്ത്, അതായത് 21,200 21,300 ഇടയിലാണ് നമുക്ക് സപ്പോർട്ട് കിട്ടി മാർക്കറ്റ് തിരികെ പോകാനുള്ള ഈ വീക്കിൽ സാധ്യത എന്ന് ഒരു പ്രിഡിക്ഷൻ എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ചാർട്ട് ബേസിൽ അങ്ങനത്തെ സാധ്യതകൾ ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടി നമ്മൾ ചാർട്ടിലേക്ക് നോക്കാം. ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട്.
നിഫ്റ്റിയുടെ ചാർട്ട് വെച്ചിട്ട് നമ്മൾ ആദ്യം ഡേ ക്യാൻഡിൽ ഇട്ടിട്ട് എവിടേക്ക് എന്തൊക്കെ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയെന്ന് ആദ്യം നോക്കാം. ഡേ ക്യാൻഡിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതൊരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു, നമുക്ക് വെറുതെ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അതിന് ശേഷം എവിടെയാണ് സപ്പോർട്ടെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ കണ്ട നല്ലൊരു ഇത് ഇലക്ഷൻ്റെ, അതായത് ഏത് ദിവസത്തെയാണ്, 3 ജൂൺ ഇലക്ഷൻ്റെ അന്നത്തെ ഒരു തൊട്ട് മുമ്പത്തെ ദിവസത്തെ ഒരു ബ്യൂട്ടിഫുൾ സപ്പോർട്ട് ആയിട്ടുള്ളൊരു ഏരിയയാണത്. അപ്പോൾ ഈ ഏരിയയിൽ നമുക്കൊരു ലൈൻ വരക്കാം, അത് ബ്ലാക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ എവിടെ നമ്മൾ എക്സിറ്റ് അടിക്കണം. അപ്പോൾ ഇതിന് ആദ്യത്തെ എക്സിറ്റ് നമുക്ക് ഈ ഒരു ചെറിയ ക്യാൻഡിലിൻ്റെ ബോഡിയുടെ മുകളിലും അല്ലെങ്കിൽ ഏറ്റവും മുകളിലാക്കാം നമുക്ക് ആദ്യത്തെ സ്റ്റോപ്പ് ലോസ്. ഇനി നമുക്ക് രണ്ടാമതൊരു സ്റ്റോപ്പ് ലോസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തൊട്ടടിയിൽ ഇത് രണ്ടുമാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൊടുക്കേണ്ടത്. കുറച്ചും കൂടി അടിയിൽ ഇട്ടിടാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ എൻട്രി എല്ലാം. അത് നമ്മൾ 30 മിനിറ്റ്സിൽ എങ്ങനെ എൻട്രി എടുക്കണമെന്നും ഒന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്, അതൊരു വലിയൊരു കാര്യമാണല്ലോ. സ്റ്റോപ്പ് ലോസൊക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു എൻട്രി നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്കതിന് നോക്കാം. പാത്ത് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് വീണിവിടെ വരുമ്പോൾ നമ്മളൊരു എൻട്രി എടുക്കുകയാണ്. ഓക്കെ, ഇത് നമ്മുടെ ഒന്നാമത്തെ എൻട്രി ഇവിടെ നിന്നാണ്. അതായത് 23,250 ഇടയിൽ നമ്മളൊരു ലോങ്ങിന് ശ്രമിക്കാം. പക്ഷേ അതിന് നമ്മൾ സ്റ്റോപ്പ് ലോസ് 23,0770 ആയിരിക്കണം. അതിൻ്റെ അടിയിലോട്ട് അല്ലെങ്കിൽ 0.40 വരെ ഇടാം. നമുക്ക് 23,040 വരെയൊക്കെ ഇടാം. അവിടം വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എക്സിറ്റ് അടിക്കുക. രണ്ടാമത് എങ്ങനെ എൻട്രി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ എൻട്രി ഒരിക്കലും ഇപ്പോൾ പാത്ത് വെച്ച് പറയുകയാണെങ്കിൽ ഇതിങ്ങനെ വീണ് ഇതിൻ്റെ അടിയിൽ പോയി, പിന്നെ ഇവിടെ വന്നു, പിന്നെ ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ നമ്മൾ അടുത്ത എൻട്രി എടുക്കും. അപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് 22,916 ആയിരിക്കണം. ആ സ്റ്റോപ്പ് ലോസിലും നമുക്ക് ലോങ് കിട്ടിയില്ലെങ്കിൽ, മൂന്നാമത്തെ എൻട്രി, മൂന്നാമത്തെ ലോങ് എടുക്കേണ്ടത് ഇത് ഇവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ ലോങ് ഇവിടെ നിന്ന് എടുക്കാം. ഇങ്ങനെ ഇതിൻ്റെ ടാർഗറ്റ് ഇവിടെ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണ് 3 എൻട്രികൾ നമ്മൾ കാണുന്നത്. പിന്നെ അപ്പോൾ ഈ 3 എൻട്രികൾ നമ്മൾ ഇവിടെ നിന്നാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ 650 23,650 വരെയാണ് നമ്മൾ ഒരു ടാർഗറ്റായിട്ട് കാണേണ്ടത്. പക്ഷെ നമ്മൾ സ്റ്റെപ്പ് വൈസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റ പ്രകാരം ഓപ്ഷൻ ചെയിൻ പ്രകാരം നമ്മളൊരു ലോങ് എൻട്രി 22,200 ഏരിയയിൽ നമ്മൾ എടുത്താൽ നമുക്ക് പിന്നെ ഫസ്റ്റ് ഇനീഷ്യൽ ടാർഗറ്റായിട്ട് വരുന്നത് 23,500 ഇനീഷ്യലായിട്ട് വരുന്നത്. സെക്കൻഡ് ടാർഗറ്റ് 23,600, തേർഡ് ടാർഗറ്റ് 23,800. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുട്ട് ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ പുട്ട് നമുക്ക് ചാർട്ട് പ്രകാരം എടുക്കാവുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 250 അടി പോയാൽ നമുക്ക് പുട്ട് എവിടം വരെ എടുക്കാം,
ഇനി ഇതിൻ്റെ അടിയിൽ ട്രേഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുട്ട് ഏതാണ്ട് 23.70 വരെ നമുക്കൊരു പുട്ടിന് സാധ്യത. അപ്പോൾ 250 പോയിൻ്റ് പുട്ട്. അപ്പോൾ പുട്ടിൻ്റെ ഓരോ കാര്യങ്ങളും വളരെ ചെറിയ ചെറിയ ടാർഗറ്റ് ആയിരിക്കണം. ഇതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ എടുക്കുക. ഇതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 21.800. അപ്പോൾ 100 ടാർഗറ്റ് ചെറിയ ചെറിയ ടാർഗറ്റുകളായിരിക്കും പുട്ടിൻ്റെ. പക്ഷെ കോളിൻ്റെ ടാർഗറ്റ് ഇത്തിരി വലുതാണ്. നമ്മളുടെ ഏതാണ്ട് 21.400, 21.600, 650 ഏരിയയിലേക്ക് കോളിൻ്റെ ടാർഗറ്റ്. അപ്പോൾ പൊതുവേ എന്തെടുത്താലും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടണം. പക്ഷേ മാർക്കറ്റ് നല്ല രീതിയിൽ ഷോർട്ട് കവറിങ് വരികയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണുന്നത് ഈ ഷോർട്ട് കവറിങ് വന്നു, പിന്നെ മാർക്കറ്റ് തകർന്നു. ഇവിടെ നല്ലൊരു ഷോർട്ട് കവറിങ് വന്നു, മാർക്കറ്റ് തകർന്നു. ഇവിടെ നല്ലൊരു ഷോർട്ട് കവറിങ് വന്നു. മാർക്കറ്റ് നമ്മളെ ഒരു പഠിപ്പിക്കുകയാണ്. ഷോർട്ട് കവറിങ് വന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ എക്സിറ്റ് അടിക്കണം, കാരണം മാർക്കറ്റ് തകരും എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ 3 ദിവസമായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇനി ഷോർട്ട് കവറിങ് വരുമ്പോൾ അതിനെ പിടിച്ച് വെക്കാനുള്ള ഒരു ഇത് വേണം. അല്ലെങ്കിൽ TSL വെച്ചെങ്കിലും നമ്മൾ ഒരുവിധം ഭേദപ്പെട്ട രീതിയിൽ TSL വെച്ചെങ്കിലും നമ്മളുടെ ടാർഗറ്റായ 23.650 നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. പക്ഷേ 23.650 തന്നെയല്ല, ഒരുവിധം ഇവിടെ നിന്ന് പിടിച്ച് പോവുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ വീണ്ടും കരകയറാനുള്ള സാധ്യതയുണ്ട്. എല്ലാ കരകയറ്റവും 21.780, 770 അടിയിലോട്ട് പോയാൽ പിന്നെ നമ്മൾ 22.780 അടിയിലേക്ക് പോയാൽ 22.500 എന്ന് പറയുന്നത് ഒരു പൊതുവെ ഓട്ടോമാറ്റിക്കലി 22.500 സപ്പോർട്ടായിട്ട് വരും. പക്ഷെ അതൊക്കെ ഒന്നും ഇപ്പം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് എൻ്റെ ഒരു പ്രതീക്ഷയിൽ മാർക്കറ്റ് ഈ സപ്പോർട്ട്, അതായത് 22,900 സപ്പോർട്ട് എടുക്കും എന്നാണ്. ഒരുപക്ഷെ 23 തന്നെ തകരില്ല എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ബൈ. ഇനിയും വീണ്ടും വരും. അപ്പോൾ